മൈക്രോമാക്സിന്റെ ഈ കഥ സിനിമയേക്കാൾ വെല്ലുന്ന ഒരു അടിപൊളി ത്രില്ലർ സ്റ്റോറിയാണ്. 0-ൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മൊബൈൽ ബ്രാൻഡുകളിൽ ഒന്നായിരുന്നു നമ്മുടെ മൈക്രോമാക്സ്. ഇപ്പോൾ നമ്മുടെ മൈക്രോമാക്സിന് എന്ത് സംഭവിച്ചു, അത് നമുക്ക് ഒരു കഥ പോലെ കേൾക്കാം. ചാപ്റ്റർ നമ്പർ 1. 4 സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഒരു ബ്രാൻഡ്. 2000-ൽ ഡൽഹിയിലാണ് ഈ കഥ ആരംഭിക്കുന്നത്. രാഹുൽ ശർമ്മ എന്ന കമ്പ്യൂട്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയും അദ്ദേഹത്തിന് 3 സുഹൃത്തുക്കളായ രാജേഷ് അഗർവാൾ, വികാസ് ജെയിൻ, സുമിത് അറോറ എന്നിവരും ചേർന്ന് മൈക്രോമാക്സ് ഇൻഫോമാറ്റിക് എന്ന കമ്പനി സ്ഥാപിച്ചു. തുടക്കത്തിൽ അവർ മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കിയിരുന്നില്ല, പകരം കമ്പ്യൂട്ടറുകളും ടെലികോം ഹാർഡ്വെയറുകളും വിൽക്കുന്ന ഒരു ചെറിയ IT കമ്പനിയായിരുന്നു അത്. എന്നാൽ 2007-ൽ രാഹുൽ ശർമ്മയുടെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടായി. ബീഹാറിലെ ആ രാത്രി. ഒരു ബിസിനസ് ആവശ്യത്തിനായി ബീഹാറിലെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു രാഹുൽ. അവിടെ വൈദ്യുതി ഇല്ലായിരുന്നു. എന്നാൽ ഒരു കടക്കാരൻ ട്രക്കിന്റെ വലിയ ബാറ്ററിയും ജനറേറ്ററും ഉപയോഗിച്ച് ഗ്രാമീണരുടെ മൊബൈൽ ഫോണുകൾ പണം വാങ്ങി റീചാർജ് ചെയ്യുന്നത് രാഹുൽ കണ്ടു. ഒരു തവണ ഫോൺ ചാർജ് ചെയ്യാൻ ആളുകൾ വലിയ തുക നൽകുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം വൈദ്യുതി ഇല്ലായ്മയും ഫോണുകളുടെ ചാർജ് തീരുന്നതുമാണെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു. ഇന്ത്യക്കാർക്കായി ഒരു ഫോൺ ഇറക്കിയാൽ അത് വൻ വിജയമാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ചാപ്റ്റർ 2. സുവർണ കാലഘട്ടം. 2008-ൽ മൈക്രോമാക്സ് തങ്ങളുടെ ആദ്യ സ്മാർട്ട് ഫോണായ മൈക്രോമാക്സ് X1i ഇതൊരു സാധാരണ ഫീച്ചർ ഫോണായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത 30 ദിവസം വരെ നിൽക്കുന്ന മാസീവ് ബാറ്ററി ബാക്കപ്പ്. വെറും 2150 രൂപയ്ക്ക് ലഭിച്ച ഈ ഫോൺ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വൻ തരംഗമായി മാറി. പിന്നീട് അവരുടെ വിപണിയുടെ നാടിമടിപ്പിച്ച് അറിഞ്ഞ് പുതിയ ഐഡിയകൾ കൊണ്ടുവന്നു. ഡ്യുവൽ സിം വിപ്ലവം. അക്കാലത്ത് നോക്കിയ പോലുള്ള വൻ മരങ്ങളുടെ ഒരു സിം മാത്രമുള്ള ഫോണുകൾ വിറ്റപ്പോൾ മൈക്രോമാക്സ് ഒരേ സമയം 2 സിമ്മുകൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഫോണുകൾ ഇറക്കി. QWERTY കീപാഡ് ഫോണുകൾ. ബോളിവുഡ് താരം അക്ഷയ് കുമാറിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കി അവതരിപ്പിച്ച ക്യാൻവ സീരീസ് യുവാക്കൾക്കിടയിൽ വൻ ഹിറ്റായി. 2014 ആയപ്പോഴേക്കും ദക്ഷിണ കൊറിയൻ ഭീമനായ സാംസങ്ങിനെ പോലും പിന്നിലാക്കി ഇന്ത്യയിലെ 1-ാം നമ്പർ സ്മാർട്ട് ഫോൺ ബ്രാൻഡായി മൈക്രോമാക്സ് മാറി. ലോകത്തിലെ തന്നെ 10ാമത്തെ വലിയ മൊബൈൽ കമ്പനിയായിരുന്നു അന്ന് മൈക്രോമാക്സ്. ചാപ്റ്റർ നമ്പർ 3. രാഹുൽ ശർമ്മയുടെ പ്രണയവും അസിനുമായുള്ള വിവാഹവും. കമ്പനി വിജയം കൊടുമുടിയിൽ നിൽക്കുമ്പോൾ രാഹുൽ ശർമ്മയുടെ ജീവിതത്തിലേക്ക് മലയാളികളുടെ പ്രിയങ്കരിയായ മോളിവുഡ് നടി അസിൻ തോട്ടുങ്കൽ കടന്നു വരുന്നത്. ആരാണ് ഇടനിലക്കാരൻ? ബോളിവുഡ് താരം അക്ഷയ് കുമാറായിരുന്നു ഇവരുടെ പ്രണയത്തിന് വഴിയൊരുക്കിയിരുന്നത്. അക്ഷയ് കുമാർ മൈക്രോമാക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറും രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു. ഹൗസ്ഫുൾ 2 എന്ന സിനിമയുടെ പ്രൊമോഷനിടയിലാണ് അക്ഷയ് രാഹുലിനെ അസിനെ പരിചയപ്പെടുത്തുന്നത്. ഏറെ നാളുകളുടെ പ്രണയത്തിനൊടുവിൽ 2016 ജനുവരിയിൽ അവർ വിവാഹിതരായി. അതോടെ അസിൻ സിനിമയോട് വിട പറയുകയും രാഹുലിനോടൊപ്പം ബിസിനസ് ലോകത്ത് സജീവമാവുകയും ചെയ്തു. ചാപ്റ്റർ നമ്പർ 4. തകർച്ചയുടെ കാരണം. മൈക്രോമാക്സിൻ്റെ തകർച്ച അതിൻ്റെ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു. പ്രധാനമായും 4 കാരണങ്ങളാണ് അവരെ തകർത്തത്. കാരണം 1. ചൈനീസ് കമ്പനികളുടെ വരവ്. ഷവോമി, ഒപ്പോ, വിവോ, OnePlus തുടങ്ങിയ ചൈനീസ് ബ്രാൻഡുകൾ മികച്ച ക്യാമറയും പ്രോസസ്സറുമുള്ള ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങി. R&D ഇല്ലായ്മ. മൈക്രോമാക്സ് സ്വന്തമായി ഫോണുകൾ ഡിസൈൻ ചെയ്തിരുന്നില്ല. ചൈനയിൽ നിന്ന് ഫോണുകൾ വാങ്ങി തങ്ങളുടെ ബ്രാൻഡ് പേര് അച്ചടിച്ച് വിൽക്കുക മാത്രമാണ് അവർ ചെയ്തിരുന്നത്. അതേ റീബ്രാൻഡിങ്. ചൈനീസ് കമ്പനികൾ നേരിട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മൈക്രോമാക്സിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അടുത്ത റീസൺ ജിയോയുടെ വരവും 4G വിപ്ലവവും. 2016-ൽ മുകേഷ് അംബാനി ജിയോ 4G സൗജന്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ മൊത്തം 4Gയിലേക്ക് മാറി. മൈക്രോമാക്സിൻ്റെ പക്കൽ അപ്പോൾ ഉണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് 3G ഫോണുകളുടെ സ്റ്റോക്കുകൾ മാത്രമായിരുന്നു. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇത് വരുത്തിയത്. മോശം ആഫ്റ്റർ സെയിൽ സർവീസ്. ചൈനീസ് കമ്പനികൾ സർവീസ് സെൻ്ററുകളും മറ്റും മികച്ച രീതിയിൽ സപ്പോർട്ട് നൽകിയിരുന്നപ്പോൾ മൈക്രോമാക്സ് ഫോണുകളുടെ കസ്റ്റമർ സർവീസ് വളരെ മോശമായിരുന്നു. ഇത് ജനങ്ങൾക്ക് ബ്രാൻഡിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. 2018ഓടെ മൈക്രോമാക്സ് ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഒരു തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും അത് വിപണിയിൽ പച്ചപിടിച്ചില്ല. ചാപ്റ്റർ നമ്പർ 5.
ഇപ്പോൾ മൈക്രോമാക്സ് കമ്പനി എന്തു ചെയ്യുന്നു? സ്മാർട്ട് ഫോൺ വിപണിയിൽ പരാജയപ്പെട്ടെങ്കിലും രാഹുൽ ശർമ്മയുടെ മൈക്രോമാക്സും ബിസിനസ്സും അവസാനിച്ചിട്ടില്ല. ഇന്ന് അവർ പുത്തൻ സാങ്കേതിക വിദ്യകളിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. റിവോൾട്ട് മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹന രംഗം. 2017 രാഹുൽ ശർമ്മ റിവോൾട്ട് ഇന്റൽ ക്രോപ്പ് എന്ന കമ്പനി തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ AI സാങ്കേതിക വിദ്യയുള്ള ഇലക്ട്രിക് ബൈക്കായ റിവോൾട്ട് RV400 ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടേതാണ്. ഇന്ന് ഇന്ത്യൻ EV വിപണിയിൽ ഇതൊരു വലിയ വിജയമാണ്. 2. സെമി കണ്ടക്ടർ ആൻഡ് ചിപ്പ് നിർമ്മാണം. മൈക്രോമാക്സ് ഇപ്പോൾ തായ്വാൻ കമ്പനിയായ ഫൈസണുമായി ചേർന്ന് മൈഫൈ സെമി കണ്ടക്ടർ എന്ന കമ്പനി രൂപീകരിച്ച് ഡാറ്റാ സെൻറ്ററുകളും AI ആവശ്യങ്ങൾക്കുമുള്ള മെമ്മറി ചിപ്പുകളും SSDസും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. മറ്റു ഉൽപ്പന്നങ്ങൾ. സ്മാർട്ട് ഫോൺ നിർത്തിയെങ്കിലും മൈക്രോമാക്സ് ബ്രാൻഡിൽ എയർ കണ്ടീഷണറുകൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ എന്നിവ ഇപ്പോഴും നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, മാറ്റങ്ങളെ ഭയപ്പെടരുത്, മാറ്റങ്ങൾക്കൊപ്പം മാറാൻ പഠിക്കുക.